വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഏവെങ്കിലും ഭാഗമായിട്ട് വായിച്ച് കേട്ടല്ലോ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സസ് 7 through 14. യോഹന്നാൻ സ്നാപകൻ സ്നാനത്തിൻ്റെ അല്ലെങ്കിൽ സ്നാനപ്പെടുത്തുന്ന അനുഭവത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 7-ാമത്തെ വാക്യം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് സാധിക്കുന്നു: അവനാൽ സ്നാനം ഏൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്. യോർദാൻ ചുറ്റും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കായി യോഹന്നാൻ്റെ ശബ്ദത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Can hear the voice of John the Baptist in the wilderness. ആ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ആ വലിയ ശബ്ദം മാറ്റൊലി കൊണ്ടപ്പോൾ ആ ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയായി അല്ലെങ്കിൽ അതിനോടുള്ളതായ പ്രതികരണമായി അനേകർ അവൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട്. വിൽഡർനസ്, മരുഭൂമി എന്ന് പറയുന്നത് എപ്പോഴും ഇസ്രയേലിന്, യഹൂദന്മാർക്ക് പ്രതീക്ഷയുടെ ഇടമാണ്. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് പ്രൊവിഡൻസ്, നോട്ട് ഓൺലി ഇറ്റ് ആസ് എ ഡിസേർട്ട്. ഒന്നുമില്ലാത്ത ഇടം എന്നിടത്ത് മാത്രമല്ല, അവരുടെ ജീവിതയാത്രയിൽ ദൈവ കരുതൽ അനുഭവിച്ച ഇടമായി വിൽഡർനസിനെ അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി വഴി നടത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ വളരെ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞ, അവർ നുകർന്നറിഞ്ഞ ഒരനുഭവമായി ഈ മരുഭൂമിയെ കാണുന്നത് കൊണ്ടാവണം ഇതാ ഈ മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ ഈ സുവിശേഷം വിളിച്ചു പറയപ്പെടുമ്പോൾ അനേകർ ഈ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 2-3 പദങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സ്ലൈഡിൽ ഞാൻ 2 പദങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഇവിടെ കൊടുത്തിരിക്കുന്ന പദം പുരുഷാരം എന്ന് പറയുന്ന പദത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൗഡ്. He said therefore to the crowds that came out to be baptized by him. ക്രൗഡ് എന്ന പദം. രണ്ടാമത് കൊടുത്തിരിക്കുന്ന പദത്തെ 15-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. As the people were in expectation. ജനം കാത്തുനിന്നു. പുരുഷാരം, ജനം. മറ്റൊരു വാക്കുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഡിസൈപ്പിൾ എന്ന വാക്കാണ്, ശിഷ്യൻ എന്ന വാക്ക്. ക്രൗഡ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ UCFൻ്റെ കൺവെൻഷന് പോയ ആളുകൾ അവിടെ കേട്ട് കാണും. അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ക്രൗഡ് ഈസ് എ ഫിക്കിൾ ഫ്രണ്ട്. എപ്പോഴും വികലമാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹമാണ് ക്രൗഡ് എന്ന് പറയുന്നത്. ക്രൗഡ്. ഹോശന്നയുടെ പെരുന്നാളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ജനം ഒരുമിച്ച് ആർത്തു വിളിക്കുന്നു. എന്ത് ആർത്തു വിളിക്കുന്നു? ഹോശന്ന, ഇപ്പോൾ രക്ഷിക്കുക. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കാണുന്നു, വെള്ളിയാഴ്ചയാകുമ്പോഴത്തേക്ക് വിളി മാറുന്നു. അവർ വിളിച്ചു പറയുന്നു, ഇവനെ ക്രൂശിക്കുക. അപ്പോൾ ക്രൗഡ് എന്ന് പറയുന്നത് എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹമാണ്. അവരെ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ മേൽ സ്വാധീനം ചെലുത്തി അവരുടെ ആശയഗതികളെയൊക്കെ മാറ്റുവാൻ കഴിയുന്ന അനുഭവമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ പുരുഷാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് സക്കരിയാവിൻ്റെ പ്രാർത്ഥനയിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ഭാഗത്ത് പ്രത്യേകം നോക്കുമ്പോൾ ജനം കാത്തുനിന്നു. ആ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പീപ്പിൾ, ജനം കാത്തുനിന്നു. ജനം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തു നിൽക്കുന്നവരാണ്. ദൈവത്തിൻ്റെ മശിഹായുടെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ ഉറ്റിരിക്കുന്നവരാണ്. പ്രതീക്ഷയോടെ അവരുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് വേണ്ടി പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് ജനം എന്ന് പറയുന്നത്. The people is different from crowd. Then again, the disciple is the one who follows Jesus. യേശു കർത്താവിനെ അനുഗമിക്കുന്നവനാണ് ആര്? ശിഷ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ചോദിക്കാം, നാം ഈ കൂട്ടത്തിൽ എവിടെയാണ് നമ്മെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്? Whether we are in crowd, whether we are in people, or are we in the disciple of Jesus? മറ്റൊരർത്ഥത്തിൽ ചോദിച്ചാൽ നമുക്ക് ചോദിക്കാം, whether we are devotees of Christ or we are disciples of Christ. യേശു കർത്താവിൻ്റെ ഭക്തരാണോ നമ്മൾ? യേശു കർത്താവിൻ്റെ അനുഗാമികളാണോ നാം എന്ന ചോദ്യം നമ്മോട് തന്നെ നമുക്ക് ചോദിക്കുവാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ
കടന്നു വരുന്ന സ്നാനമേൽക്കാൻ വന്ന ജനത്തോട് അല്ലെങ്കിൽ പുരുഷാരത്തോട് യോഹന്നാൻ അല്പം കടുത്ത ഭാഷകളിൽ സംസാരിക്കുന്നതായി നമുക്കൊരു പക്ഷേ തോന്നാം. അല്പം ഡെറിഗേറ്ററി ആയ വാക്കുകളാണോ ചോദിക്കുന്നത്? ഞാനിവിടെ നിന്നുകൊണ്ട് പറയുക, സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ച് നിങ്ങളോട് പ്രസംഗിച്ചാൽ നിങ്ങൾ എന്താ പറയും? ഒന്നും പറയത്തില്ല, ഞങ്ങൾ ചെയ്യാറുള്ളതങ്ങ് ചെയ്യും, അല്ലേ? അപ്പോൾ അത്ര നല്ല പദമായി നമുക്ക് തോന്നുകയില്ല. പക്ഷേ ഈ പദമെന്ന് പറയുന്നത് യഹൂദന്മാർക്ക് വളരെ പരിചയമുള്ള ഒരു പദമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ ജീവിത പദങ്ങളിൽ അല്ലെങ്കിൽ ജീവിത യാത്രകളിൽ ഈ പദം വൈപ്പേഴ്സ്, ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്ന ഈ പദം വളരെയധികം അവർക്ക് പരിചയമുള്ള ഒരു പദമാണ്. ആ പദം തന്നെയാണ് യോഹന്നാൻ എടുത്തുകൊണ്ട് അവരോട് പറയുവാനായിട്ട് സാധിക്കുന്നത്. ആ വൈപ്പേഴ്സ് അല്ലെങ്കിൽ ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്ന് പറയുമ്പോൾ they constitute an evil threat to the people എന്നാണ്. മറ്റുള്ളവർക്കൊരു ഭീഷണിയാകുന്ന ഒരു വസ്തുവാണ് വൈപ്പർ, സർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസ സമൂഹത്തിന്, ഒരു ദൈവജനത്തിന് എപ്പോഴും ഭീഷണിയായി നിൽക്കുന്ന ഒരു സമൂഹമായി ഈ ക്രൗഡിനെ കാണുവാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഈ യോർദാനിൽ സ്നാനമേറ്റാൽ, ഈ വെള്ളത്തിൽ ഒന്ന് പൊങ്ങിയാൽ നിങ്ങൾക്ക് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ സാധിക്കുമെന്ന്? Who told you this is the easiest way? ഇത് എളുപ്പമുള്ള വഴിയായി നിങ്ങളോട് ആരാണ് ഉപദേശിച്ചു തന്നത്? അപ്പോൾ അച്ഛന്മാർക്കൊക്കെ പ്രസംഗം കേട്ട ആളുകളൊക്കെ ഓടിക്കൂടുന്നതൊക്കെ സന്തോഷമാണെങ്കിലും യോഹന്നാൻ അത്ര സന്തോഷത്തോടല്ല ഇത് പറയുന്നത്. യോഹന്നാൻ പറഞ്ഞു, വാട്ട് ഈസ് ദ പർപ്പസ്, വാട്ട് ഈസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദിസ് കമ്മിങ്? ഈ വരവിന് പിൻപിൽ എന്താണ് ഉദ്ദേശം, എന്താണ് ലക്ഷ്യം? അവൻ വിളിച്ചു പറയുന്നത് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞിരിക്കുന്നത് എങ്ങനെ? റാത്ത് ഓഫ് ഗോഡ്. സമയപരിമിതിയിൽ അല്പം ഓടി ഞാൻ പോവുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ PDF വേണ്ടവർ മെസ്സേജ് ഇട്ടാൽ ഞാൻ അയച്ചു തരാം. അതിൻ്റെ ടെക്സ്റ്റ് മുഴുവൻ അത് ചെയ്തിട്ടുണ്ടല്ലോ. റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കോപം എന്ന അനുഭവത്തെ നമ്മൾ കാണുന്നു. യോഹന്നാൻ യേശുവിൽ പ്രതീക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഗോഡ് ഓഫ് റാത്ത് ഈസ് കമ്മിങ് ത്രൂ ജീസസ് എന്നുള്ളതാണ് യോഹന്നാൻ ഈ മശിഹായെ പ്രതീക്ഷിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഹിസ് വിന്നോയിങ് ഫോർക്ക് ഈസ് ഇൻ ഹിസ് ഹാൻഡ് to clear his threshing floor and to gather the wheat into his barn, but the chaff he will burn with unquenchable fire. യേശുവിനെ അവൻ പരിചയപ്പെടുത്തുന്നു 17-ാമത്തെ വാക്യത്തിൽ. അവൻ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ വീശുമുറം കയ്യിൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റും വെളുപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. Then he is introducing Jesus. The idea behind him is that when the Messiah come, he is coming for the judgment. ന്യായവിധിക്ക് വരുന്നു എന്ന ചിന്തയാണ് യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നത്. But in Jesus we could see the graciousness of God. ദൈവത്തിൻ്റെ കൃപയുടെ മുഖമാണ് യേശു ഈ ലോകത്തിലേക്ക് കാണിച്ചു കൊടുത്തത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമാണ് ഈ ലോകത്തിന് അവൻ കാട്ടിക്കൊടുത്തത്. ഒരുപക്ഷെ യോഹന്നാന്റെ ചിന്തകൾക്കും അപ്പുറമായി ദൈവമാരെന്ന ദൈവത്തിൻ്റെ ഈ ജനത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇതാ കാട്ടിക്കൊടുക്കുവാൻ യേശു കർത്താവിന് സാധിച്ചു. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഈ ഈസിയസ്റ്റ് വേ നിങ്ങൾക്ക് ആരാണ് ഉപദേശിച്ചു തന്നത്? മുങ്ങിപ്പൊങ്ങിയാൽ രക്ഷപ്പെടും. ഇന്നും മാർത്തോമാക്കാർ പലരും ഒളിഞ്ഞും പാത്തുമൊക്കെ കുളത്തിലും അല്ലേ, എന്താ പറയുന്നത്, അവിടെ ഇവിടെയൊക്കെ പോയി മുങ്ങിപ്പൊങ്ങുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? രക്ഷപ്പെടാൻ. ചില ആളുകളൊക്കെ ഉപദേശിച്ച് തരുന്നുണ്ട്, അവിടെ പോയി മുങ്ങിയാ മതി, പ്രശ്നമൊക്കെ തീരും. Again the prophetic voice of John the Baptist is saying, who told you to do so? ഇങ്ങനെ ചെയ്യാൻ നിങ്ങളോട് ആരാണ് ആവശ്യപ്പെട്ടത്? വീണ്ടും യോഹന്നാൻ പറയുകയാണ്, സ്നാനം എന്നുള്ളതല്ല, മറിച്ച് യോഗ്യമായ ഫലം കായ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ bear fruits in keeping with repentance.
മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്നുള്ളതാണ് ഇതാ ഈ ജനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ ശ്രമിക്കുക. അടുത്തത്, അവർ വിടർത്തി നിൽക്കുന്ന പത്തികൾക്ക് ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഞാൻ ചിന്തിക്കുന്നത് ഈ പാമ്പ് എന്ത് ചെയ്തിരിക്കും? അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പത്തി ഇങ്ങനെ വിടർത്തി നിൽക്കുക. നിങ്ങൾ മനസ്സിൽ കാണണം, ആരാ വന്ന് നിൽക്കുന്നത്? പുരുഷാരം വന്ന് നിൽക്കുക, യോഹന്നാൻ നിൽക്കുക. അവൻ്റെ വസ്ത്രധാരണമൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. അവൻ അവരോട് അവരുടെ പത്തിക്ക് വിട്ടൊരു അടി കൊടുത്തു. ആ അടിയാണ് അടുത്ത വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്രകാരം പറയുന്നു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. എന്നിട്ട് പറയുന്നു, അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ഫാൾസ് പ്രിജുഡീസ് അവർക്കുണ്ട്, ഒരു വല്ലാത്ത പാരമ്പര്യത്തിന്റെ ബോധം അവർക്കുണ്ട്. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ പാരമ്പര്യത്തിലുള്ളവരാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ മക്കൾ എന്ന ചിന്ത, അഹങ്കാരം, അഹന്ത ഉള്ളവനാണ് ഈ പുരുഷാരം എന്ന് പറയുന്നത്. അവൻ്റെ അഹന്തക്കിട്ടൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയിൽ കാണുന്ന കല്ലുകൾ കണ്ടല്ലോ, അസംഖ്യം കല്ലുകൾ, ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. യേശു കർത്താവിൻ്റെ ഓശന്നയുടെ പെരുന്നാളിൽ ജനം ആർക്കുമ്പോൾ പുരുഷാരം വന്നു നിന്ന്, ചില ആളുകൾ വന്നു നിന്ന് പറയുന്നുണ്ട്, അവരോട് മിണ്ടാതിരിക്കാൻ പറ. യേശു കർത്താവ് പറഞ്ഞു, അവർ ആർത്തില്ലെങ്കിൽ ആരാർക്കും? കല്ലുകൾ ആർക്കും. ദൈവജനമുള്ള അഹന്തയൊക്കെ അവിടെ അങ്ങ് വെച്ചാട്ടെ, പാരമ്പര്യത്തിന്റെ കഥയൊക്കെ അവിടെ അങ്ങ് നിൽക്ക്. 2000 വർഷത്തെ പാരമ്പര്യവും കഥയും തോമാസ് ശ്ലീഹായും സിറിയനും സിറിയക്കും ഒക്കെ അവിടെ നിൽക്കട്ടെ. വേർ യു ആർ നൗ, ഇപ്പോൾ നീ എവിടെയാണ്? നിന്റെ പാരമ്പര്യങ്ങൾ നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് നേഷൻ ബിൽഡിങ്ങിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്? എന്താണ് ഒന്നാമത് ചെയ്യേണ്ടത്? ഡീകൺസ്ട്രക്ട് യുവർ ഫാൾസ് പ്രിജുഡീസസ്. ചിലപ്പോൾ നിറത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിലൊക്കെ തെറ്റായ ചില നോഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില പദങ്ങളൊക്കെ നമ്മുടെ രസമാണ്, അല്ലേ? കറുമ്പൻ, എന്താ കറുമ്പൻ? ഞാനും അനിൽച്ചായനും കൂടെ എൻ്റെ ലൈസൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയത്. അപ്പോൾ രണ്ടാമത് ഓഫീസിൽ പോയപ്പോൾ, ഓഫീസിൽ കുറേ അധികം ജോലിക്കാരുണ്ടല്ലോ, അപ്പോൾ എന്നെ കൈകാര്യം ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു വൈറ്റാണെന്ന് തോന്നുന്നു. എന്നാൽ അടുത്ത് നമ്മൾ ഈ പറയുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പം സമയം അവിടെ നിൽക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ ഇവരെ നോക്കി, നമ്മളിങ്ങനെ വിളിക്കുന്ന ആൾക്കാരെ. എന്നിട്ട് ഞാൻ എൻ്റെ തൊഴിലോട്ട് ഒന്ന് നോക്കി. ഇത് തമ്മി നോക്കിയപ്പോൾ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഞാനങ്ങ് പറയുക, അവനാരാ? നോ, അവൻ മനുഷ്യനാ, അവൻ ദൈവത്തിന്റെ സൃഷ്ടിയാ. അവനിൽ ഇല്ലാത്ത പ്രത്യേകത എന്താ നിനക്കുള്ളത്? അവനിൽ ഇല്ലാത്തത് എന്താണ് നിനക്ക് അഭിമാനിക്കാനുള്ളത്? ബ്ലാക്സ് എന്നോ വൈറ്റ്സ് എന്നോ, മനുഷ്യനെ വേർതിരിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവനെ ഹനിക്കുന്ന എല്ലാ ചിന്തകളും ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാണ്, തടസ്സമാണ്. അപ്പോൾ ഒന്ന്, എൻ്റെ സമയം അവസാനിച്ചു, എനിക്കറിയാം, പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, വേണ്ടവർക്ക് നോട്ട്സ് അയച്ചു തരാം. ഒന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, എന്താണ്? ഡീകൺസ്ട്രക്ട് ഓൾ പ്രിജുഡീസസ്, ഓൾ നോഷൻസ് ദാറ്റ് ഐ ആം സംതിങ്, ഐ ആം സുപ്പീരിയർ ദാൻ സമ്മൺ. ആ ചിന്ത നമ്മളിലേക്ക് മാറ്റുക. രണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ജനം ചോദിക്കുമ്പോൾ ഇതാ 3 ഉത്തരങ്ങൾ അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-4 ഉത്തരങ്ങൾ പറയുന്നു, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്. അവിടെ ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പുരുഷാരം ചോദിക്കുക. അവൻ പറഞ്ഞു, 2 വസ്ത്രമുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണ പദാർത്ഥങ്ങളും അപ്രകാരം തന്നെ. ഇത് രണ്ടും ബേസിക് നെസസിറ്റീസ് ആണ്. ആഹാരം, വസ്ത്രം, ഇത് രണ്ടും ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്. അപ്പം നമ്മൾ ചിന്തിക്കും, 2 ഉള്ളപ്പം 1 കൊടുക്കണം.
കൊടുക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുക, ഷെയർ ദോസ് നീഡ്സ് വിത്ത് അതേഴ്സ്. നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മറ്റുള്ളത് പങ്കുവെക്കാനുള്ളതാണ്. നമ്മുടെ കയ്യിലൊക്കെ നൽകിയിരിക്കുന്നത് മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഷെയർ ദ റിസോഴ്സസ് വിത്ത് അതേഴ്സ്. 2 ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. ചുങ്കക്കാരും സ്നാനം ഏൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത്. ഡു ജസ്റ്റിസ് ടു ദ അതേഴ്സ്. നിങ്ങളോട് അധികമായി നിങ്ങൾ പിരിക്കുവാനായിട്ട് ശ്രമിക്കരുത്. വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ബലാത്കാരം ചെയ്യരുത്. ഡു നോട്ട് അബ്യൂസ് പവർ. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ അധികാരം നിങ്ങൾ എന്ത് ചെയ്യരുത്? അബ്യൂസ് ചെയ്യാൻ ഇടയാകരുത്. ഏറ്റവും അവസാനം പറയുന്നു, ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളത് മതി എന്ന് വിചാരിക്കുക. ഒരു നേഷൻ ബിൽഡിങ്ങിൽ എങ്ങനെ സഭയ്ക്ക് പങ്കുകാരാകാൻ സാധിക്കും? 4 കാര്യങ്ങൾ ഇവിടെ വീണ്ടും യോഹന്നാൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കണം. ഒന്ന് പറയുന്നു, ഷെയർ യുവർ റിസോഴ്സസ് വിത്ത് അതേഴ്സ്. നിന്റെ സാധ്യതകളെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. 2, ലെറ്റ് ജസ്റ്റിസ് പ്രിവെയിൽ. നീതി നടപ്പാകുവാൻ ഇടയാകണം. 3, ഡു നോട്ട് അബ്യൂസ് പവർ. നിനക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തെ നീ മറ്റുള്ളവൻ്റെ മേൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അവനെ അബ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. അവസാനമായി, ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്. നിനക്കുള്ളതിൽ നീ തൃപ്തിപ്പെടുക. നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ഭാഗവും ഒരുപാട് പറയേണ്ട ഭാഗമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്കൊന്ന് ചോദിക്കാം, ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുതലാളിത്ത രാജ്യത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ആ മുതലാളിത്ത രാജ്യം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി നിങ്ങളെ കൊണ്ട് അധ്വാനിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ വ്യക്തമായി ഈ നാളുകൾ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ ലോൺ കൊടുക്കാനും, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സുഗമമായ സഞ്ചാര സംവിധാനങ്ങൾ തരാതെ നിങ്ങൾ കാറുകൾ എടുക്കാൻ ബാധ്യതപ്പെടുമ്പോൾ അതിനു വേണ്ടിയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും ഒക്കെ നിങ്ങൾ ഏറെ അധ്വാനിക്കുന്നവരാണ്. എനിക്കത് മനസ്സിലാകും. നിങ്ങളുടെ അധ്വാനങ്ങൾ, നിങ്ങളുടെ തിരക്കുകളൊക്കെ മനസ്സിലാക്കാം. എന്നാൽ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉണ്ട്. ഈ തിരക്കുകൾക്കിടയിൽ ചിലരെങ്കിലും ഉള്ളത് തൃപ്തിപ്പെടാതെ അധ്വാനിക്കുന്നവരില്ലേ? ഉള്ളത് തൃപ്തിപ്പെടാതെ ജീവിതത്തിൽ ഓടുന്നവരില്ലേ? കൊടുക്കേണ്ട പ്രിഫറൻസ് മാറ്റിവെച്ച് മറ്റു പലതിലേക്കും ലക്ഷ്യം വെച്ച് ഓടുന്നില്ലേ? നമ്മുടെ സാന്നിധ്യവും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും കൊടുക്കേണ്ടവരിലേക്ക് അത് പൂർണ്ണമായി നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. ബി കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ്. ഒരു രാജ്യത്തിൽ ഒരു പൗരന്മാരായി നമ്മൾ നിൽക്കുമ്പോൾ ഒരു നേഷൻ ബിൽഡിങ്ങിൽ പങ്കെടുക്കേണ്ടുന്നവരാണ് ഞാൻ നിങ്ങളുമൊക്കെ. ആ വലിയ അനുഭവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളെ ദൈവത്തോട് ചേർന്ന് അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ.